മലപ്പുറം കാരാത്തോട് എടായിപ്പാലത്ത് മണ്ണിടിച്ചിൽ ഉണ്ടായതിനെ തുടർന്ന് തടസ്സപ്പെട്ട ഗതാഗതം പുനഃസ്ഥാപിക്കുന്നതിന് മണ്ണ് നീക്കുന്ന പ്രവൃത്തികൾ പുരോഗമിക്കുന്നു. വീണ്ടും മണ്ണിടിച്ചിൽ ഭീഷണിയുള്ള സാഹചര്യത്തിൽ ഏറെ കരുതലോടെയാണ് റോഡിലെ മണ്ണും മരങ്ങളും മറ്റു വസ്തുക്കളും നീക്കം ചെയ്യുന്നത്. നാടുകാണി പരപ്പനങ്ങാടി സംസ്ഥാന പാതയിൽ കടലുണ്ടിപ്പുഴയോട് ചേർന്ന കാരായത്തോട് എടായിപ്പാലം ഭാഗത്ത് തിങ്കളാഴ്ച രാവിലെ 9:45 ശക്തമായ മണ്ണിടിച്ചിലുണ്ടായത്. ചെരിഞ്ഞ പ്രദേശത്ത് നിന്നും ആദ്യം മണ്ണ് കുതിർന്നൊലിച്ച് ചെളിവെള്ളപ്പാച്ചിൽ ഉണ്ടായി. തുടർന്ന് 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ശക്തമായ മണ്ണിടിച്ചിൽ ഉണ്ടാവുകയായിരുന്നു. ഈ സമയത്ത് റോഡിലൂടെ വാഹനങ്ങൾ ഇല്ലാത്തതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത്. മണ്ണിടിഞ്ഞതിനെ തുടർന്ന് മലപ്പുറം വേങ്ങര പാതയിൽ ഗതാഗതം നിരോധിച്ചിട്ടുണ്ട്. റോഡിലെ കല്ലും മണ്ണും മരങ്ങളും മറ്റും നീക്കം ചെയ്യുന്ന പ്രവൃത്തികൾ പുരോഗമിക്കുകയാണ്. വീണ്ടും മണ്ണിടിച്ചിൽ ഭീഷണിയുള്ള സാഹചര്യത്തിൽ അതീവ കരുതലോടെയാണ് പ്രവൃത്തികൾ ചെയ്യുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ജില്ലാ ഭരണകൂടം ഉദ്യോഗസ്ഥരും ദുരന്ത നിവാരണ വിഭാഗം ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി വേണ്ട നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. ഇടയ്ക്കിടെ മണ്ണിടിച്ചിൽ ഉണ്ടാകുന്ന ഭാഗമാണിത്. എന്നാൽ കനത്ത മണ്ണിടിച്ചിൽ സംഭവിച്ചത് ഇതാദ്യമായാണ്. ഇതേസമയം കടലുണ്ടിപ്പുഴയോട് ചേർന്നുള്ള ചെരിഞ്ഞ പ്രദേശത്ത് വ്യാപാര സ്ഥാപനം നിർമ്മിക്കുന്നതിന് മണ്ണെടുത്തിരുന്നു. മലപ്പുറം നഗരസഭയുടെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന് കെട്ടിടം നിർമ്മിക്കുന്നതിനും ഈ ഭാഗത്താണ് സ്ഥലം ഒരുക്കിയിട്ടുള്ളത്. നിർമ്മാണ പ്രവർത്തികൾക്കായി മണ്ണെടുത്ത സ്ഥലത്തുണ്ടായ മണ്ണിടിച്ചിൽ സംബന്ധിച്ച് വിശദമായ റിപ്പോർട്ട് നൽകാൻ മന്ത്രി PK ബഷീർ ജില്ലാ കളക്ടറോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും പൊന്നോണം വരവായി. ഓണാഘോഷങ്ങളെ വരവേൽക്കാൻ സ്കൈ ഗോൾഡും ഒരുങ്ങി. ഏവർക്കും സ്കൈ ഗോൾഡിന്റെ ഹൃദയം നിറഞ്ഞ പൊന്നോണാശംസകൾ.